ഒത്തിരി കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട്. ബിക്കോസ് എല്ലാം മാനുവലി ഹാൻഡിലിങ് എവറിത്തിങ്. പകുതി ഡേറ്റാസും മിസ് ഔട്ടായി പോയിട്ടുണ്ട്. ക്യൂനെക്സ് സോഫ്റ്റ്വെയറിലേക്ക് എത്തിയ ഒരു മൊമെന്റ് ഏത് ടൈമിലായിരുന്നു മാഡം ആ ഒരു സോഫ്റ്റ്വെയർ വേണം, അല്ലെങ്കിൽ ക്യൂനെക്സ് മാഡത്തിന്റെ ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ടൈം? 100% എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സർവീസ് ആയിരുന്നു നിങ്ങളുടേത്. കാരണം ലാസ്റ്റ് ഇയർ വരയ്ക്കും ഞങ്ങളെല്ലാവരും റെക്കോർഡിക്കലി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തും കുറച്ച് എക്സൽ ഷീറ്റൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട്. ബിക്കോസ് എല്ലാം മാനുവലി ഹാൻഡിലിങ് എവറിത്തിങ്. അപ്പോൾ ഒത്തിരി ഈ പറഞ്ഞ പോലെ സീസണൽ ടൈം, പിന്നെ മെജോറിറ്റി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓൺലൈൻ കസ്റ്റമൈസേഷൻ എബ്രോഡ് ക്ലയൻസിനൊക്കെ ഡീൽ ചെയ്യുമ്പോഴും ഇവരുടെ റെക്കോർഡ്സ് ഒക്കെ പാർഷ്യലി നമുക്ക് സ്റ്റാഫ് ത്രൂ എല്ലാം ഡിപ്പെൻഡഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത്. അപ്പോൾ പകുതി ഡേറ്റാസും മിസ് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസ് അതിൽ ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് തിരിച്ച് എനിക്ക് റെക്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് എ പ്രോപ്പർ ഡേറ്റ. ക്യുക്ക് മൊമെന്റ്സിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. നോബഡി ക്യാൻ ഹാവ് ദ റൈറ്റ് ടൈം. ഒത്തിരി ടൈമൊന്നും ആർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി ഓൺലൈൻ കസ്റ്റമൈസേഷനും ഇംപ്രൂവ് ആയിക്കൊണ്ടുവന്ന സമയത്ത് ഐ വോണ്ട് ടു ഗിവ് ദ ബെസ്റ്റ് സർവീസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണമായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെന്റ് ആലോചിച്ചപ്പോൾ ഇന്നത്തെ കാലത്ത് വൈ ഡോണ്ട് വി ഗീവ് ദ എഫേർട്ട്ലെസ് സർവീസ്. ഇപ്പൊ ഒരു NRIസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർക്ക് അവരുടെ ടൈമിംഗ് നമ്മുടെ ടൈമിംഗ് ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. അവർക്ക് തോന്നാൻ പാടില്ല എന്റെ ഡ്രസ്സ് എന്തായി എന്നുള്ളൊരു വറി വരാത്ത പോലെ എഫേർട്ട്ലെസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിനകത്തെ ഓപ്പറേഷണൽ സൈഡ് എല്ലാം പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ആ ക്ലയന്റ് സർവീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ ക്യൂനെക്സിനെ കോൺടാക്ട് ചെയ്യുന്നതും ആ സർവീസ് എടുത്തതും. ലാസ്റ്റ് 1 year ആയിട്ട് വി ടേക്കിംഗ് യുവർ സർവീസ്. നിങ്ങളുടെ സ്റ്റാഫ് സപ്പോർട്ട് ആയിക്കോട്ടെ, അതുവഴി ഞങ്ങൾക്ക് ഉണ്ടായ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നതും ഹ്യൂജ് ആയിരുന്നു.